5 സെൻറ്റ് സ്ഥലത്ത് 1100 സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കാണുന്ന നല്ലൊരു സൂപ്പർ വീട്, ടെറസ് ഇട്ടൊരു അടിപൊളി വീട്. ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. നേരെ ഫ്രണ്ടിൽ കൂടെ കോൺക്രീറ്റ് റോഡാണുള്ളത്. തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളുണ്ട്. വീട് വലിയൊരു പഴക്കമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിലവിൽ അതിൻ്റെ ഹൗസ് വാമിങ് സമയത്ത്, കുടിക്കലിൻ്റെ സമയത്ത് ഒരു കൂട്ട് വെള്ള പെയിൻറ്റ് മാത്രമേ അടിച്ചിട്ടുള്ളൂ. പുറം ഭാഗം ഒന്ന് കളർഫുൾ പെയിൻ്റൊക്കെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി വീടായി. ഫ്ലോറിംഗ് ഫുള്ളായിട്ട് 4x2 സൈസിലുള്ള സെറാമിക് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഈ സിറ്റിംഗ് ഏരിയ ഇതൊക്കെ ഗ്രാനൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. വെള്ളം പറ്റാത്ത നല്ലൊരു നാടൻ കിണറുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ. 5 സെൻറ്റിൽ 1100 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ഒരു വീട്ടിൽ 2 ബെഡ്റൂമാണുള്ളത്. സിറ്റ് ഔട്ട്, വലിയൊരു ലിവിങ് ഹാള്, മെയിൻ ഡൈനിങ് ഹാള്, 2 ബെഡ്റൂം, അതിലൊരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡാണ്. അതുകൂടാണ്ട് ഒരു കോമൺ ബാത്റൂം, ഉൾഭാഗത്ത് പുറത്തൊരു കോമൺ ബാത്റൂം. അങ്ങനെ അത്യാവശ്യം വലിയ സൗകര്യമുള്ള നല്ലൊരു വീട് കേട്ടോ. നല്ല വൃത്തിയുള്ള നല്ലൊരു സൂപ്പർ വീട്. ഇതാണ് ലിവിങ് റൂം. സിറ്റ് ഔട്ടിൽ നിന്ന് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ലിവിങ് റൂമിലേക്കാണ്. റൂമുകളൊക്കെ അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ്. പറ്റിയിട്ടെങ്കിൽ ചെറിയ റൂമുകളൊന്നുമല്ല, നല്ല സൗകര്യമുള്ള വീട് തന്നെയാണ്. ലിവിങ് റൂം കഴിഞ്ഞിട്ട് ഇവിടെ വലിയൊരു ഹാളിൽ തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. ചുമരിൽ ഈ ഭാഗത്തായിട്ട് ഇവിടെ ഷോക്കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു കോട്ട് പെയിൻ്റൊക്കെ ഒന്ന് കൊടുത്ത്, കളർഫുൾ പെയിൻ്റൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി വീടായി. കോർണറിൽ ഈ ഭാഗത്തായിട്ടൊരു ഹാഫ് പെഡസ്റ്റൽ ടൈപ്പ് ഒരു വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹാളിൽ തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിന് നിലവിൽ ഹാൻഡ് റെയിൽ വെച്ചിട്ടില്ല. ഇനി മുകൾ ഭാഗത്ത് നമ്മൾക്ക് 2-3 ബെഡ്റൂം എടുക്കണമെങ്കിൽ അതിനുള്ള തറക്കതിൻ്റെ സ്ട്രെങ്ത്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു കോമൺ ബാത്റൂം, യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ചുമര് മുഴുവനായിട്ട് നല്ല സെറാമിക് ടൈല് പൊട്ടിച്ചിട്ടുണ്ട്. ഇതാണ് ഒരു ബെഡ്റൂം. സാധാരണ റൂമിലേറെ കുറച്ചും കൂടെ ഹൈറ്റ് കൂട്ടിയിട്ടാണ് ഈ ഒരു ബെഡ്റൂം റൂഫിംഗ് മുകൾ ഭാഗം വാർപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ചൂടിൽ കുറച്ചൊരു കമ്മി വരും. നേരെ ഓപ്പോസിറ്റായിട്ട് ഈ ഭാഗത്ത് മറ്റൊരു ബെഡ്റൂം, ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ചുമരിൽ അലമാരിയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗം റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. റൂമുകളൊക്കെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ. ഈ ബെഡ്റൂമിലെ ബാത്റൂമാണിത്. നല്ല സൈസ് ഉണ്ട്. യൂറോപ്യൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ചുമരിലൊക്കെ ടൈല് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതാണ് കിച്ചൺ വരുന്നത്. കിച്ചണിൽ ഒരുപാട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അടിഭാഗം മാറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയൊക്കെ നല്ല കബോർഡ് വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. എൽ ഷേപ്പിലെ കിച്ചൺ സിങ്ക് ഉണ്ട്. ഇവിടെ ആലുവ പുകയില്ലാത്തൊരു അടുപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പിൻഭാഗത്തായിട്ടാണ് കോമൺ ബാത്റൂം വരുന്നുണ്ട്. സാധാരണ നാടൻ കിണറും വരുന്നുണ്ട്. മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം 2-2.5 കിലോമീറ്റർ ദൂരപരിധി മാത്രമാണ് വീട്ടിലേക്കുള്ള വഴി ദൂരം. അതായത് നമ്മൾക്ക് പട്ടർക്കുളം ഭാഗത്തു നിന്ന് അതിലെ ഒരു എൻട്രൻസ് വരുന്നുണ്ട്. പട്ടർക്കുളം പാടത്തേപ്പള്ളി ആ റൂട്ടിലൂടെ ഒരു എൻട്രൻസ് വരുന്നുണ്ട്. മഞ്ചേരി തുറക്കൽ മിസിരി ഭാഗത്തു നിന്ന് അതിലേയും വരാം. ഇനി വട്ടപ്പാറ റൂട്ടിൽ അതിലേക്ക് വരാം. അങ്ങനെ 3-4 ഭാഗത്തു നിന്നായിട്ട് ഇങ്ങോട്ട് എൻട്രൻസ് വരുന്നുണ്ട്. മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ടാണ് ഇതിലേക്കുള്ള വഴി ദൂരം. അപ്പം നല്ലൊരു ഏരിയ ആണ്. ഉദ്ദേശിക്കുന്ന വില 27 ലക്ഷം രൂപയാണ്. 27 lakh rupees. കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകളുണ്ട്. ഈ പ്രോപ്പർട്ടിയുടെ വിശദമായിട്ടുള്ള വീഡിയോ CNS മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്.